السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഈ നാടിന് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഇർഷാദ് മിസ്ബാഹി ഉസ്താദ് അവറുകളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹത്തുക്കളായ ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ചു കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ ചെയ്തു പോയ പാപങ്ങൾ അഫ്വ് ചെയ്ത് ശിഷ്ടമുള്ള ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലമായി കൊണ്ട് സംവദിക്കാനുള്ള അവസരമില്ല. പ്രത്യേകിച്ചും കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. ഈ നാട്ടിൽ മഴയില്ലെങ്കിലും ഞാൻ വരുന്ന വഴിക്കൊക്കെയും പരപ്പ മുതൽ ഏകദേശം കാനത്തൂർ വരെ മഴയാണ്. അതിൻ്റെ ഇപ്പുറമുള്ള 4-6 കിലോമീറ്റർ മാത്രമാണ് മഴയുടെ അംശം കാണാതിരുന്നത്. പൊതുവെ മഴക്കാലമാണ്, കാറ്റും മറ്റൊക്കെയും മഴയുടെ സൂചനയുമാണ്. ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് വിശാലമായി കൊണ്ട് സംവദിക്കുന്നതിലുപരി നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് കൂട്ടപ്രാർത്ഥനയാണ്. നമ്മുടെ പള്ളിയെ ഹയാത്താക്കുന്ന വിഷയത്തിലും മഹല്ലുമായി കൊണ്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായിട്ടൊക്കെയും പല ഒത്താശ ചെയ്തവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇതുപോലെ മജ്ലിസുകളിലും സദസ്സുകളിലുമൊക്കെയും ഒരുമിച്ചു കൂടിയവർ പലരും ഖബറിലാണ്. അവർക്ക് വേണ്ടിയിട്ട് ദുആയിരക്കുക എന്നുള്ളത് കൂടെയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖൈറിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിദായത്തുൽ ഇസ്ലാം യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ 32ാം വാർഷികവും ആരംഭ റസൂല് തങ്ങളുടെ മജ്ലിസും അവിടുത്തെ സ്വലാത്തിന്റെ വാർഷികവുമൊക്കെയും ഒരുമിച്ചു കൂടിയിട്ടുള്ള ഒരു വലിയ മഹാസംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. വിശാലമായി ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ ഉള്ള സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഖൽബുകൊണ്ട് പറയാനും അത് ഖൽബുകൊണ്ട് കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരംഭ റസൂല് തങ്ങളുടെ മജ്ലിസ് അത് ആഴ്ചയിലുള്ള സ്വലാത്താവട്ടെ, മാസാന്ത സ്വലാത്തുകളാവട്ടെ, സ്വലാത്തിന്റെ വാർഷികങ്ങളാവട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വലിയ ബഹുമാനമുള്ള വിഷയമാണ്. മുസ്തഫായ നബി തങ്ങളുടെ പേരിലുള്ള മൗലിദാവട്ടെ, പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്ന മധുരം
അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മിന്നാട്ടം വീടുകളും പള്ളികളും മറ്റുമൊക്കെയും അലങ്കരിക്കുന്ന സ്വഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിസാരമായി കൊണ്ട് തോന്നുന്ന കാര്യമാണെങ്കിലും ആരംഭ റസൂല് തങ്ങളോടുള്ള മഹബത്താണ് എന്നതിൻ്റെ പേരിൽ അത് ചെയ്യുമ്പോൾ അതിന് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. അള്ളാഹുവിൻ്റെ റസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, മുഹമ്മദ് എന്നുള്ള പേരുള്ള കുട്ടിയെ വെറുതെ ശകാരിക്കാൻ വേണ്ടി പാടില്ല. മുഹമ്മദ് എന്നുള്ള പേരുള്ള കുട്ടിയെ അനാവശ്യമായി കൊണ്ടവരെ ചീത്ത പറയാൻ വേണ്ടി പാടില്ല, വെറുതെ അവരെ തല്ലാൻ വേണ്ടി പാടില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് ആ പേരിനോടുള്ള ബഹുമാനമാണ്, ആ പേരിനോടുള്ള ആദരവാണ്. അപ്പോൾ മുഹമ്മദ് എന്ന് പേരിടുമ്പോൾ ആ കുഞ്ഞിനെ മുഹമ്മദ് എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ വിളിക്കാതിരിക്കലും അതുപകേടാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുഹമ്മദ് എന്നുള്ള പേരുള്ള കുട്ടിയെ അനാവശ്യമായി അടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ, മദ്രസയിൽ ചിലപ്പം പഠിച്ചിട്ടില്ലെങ്കിലും കുരുത്തക്കേട് കളിച്ചാലൊക്കെ അടി കിട്ടും, അതൊന്നും പാടില്ല എന്നല്ല പറയുന്നത്. അനാവശ്യമായി കൊണ്ട് വെറുതെ കാരണമില്ലാതെ മുഹമ്മദ് എന്നുള്ള പേരുള്ള കുട്ടിയെ ശകാരിക്കാൻ വേണ്ടി പാടില്ല. അതാ കുഞ്ഞിനുള്ള ബഹുമാനമല്ല, മുസ്തഫായ നബി തങ്ങളോടുള്ള പേരിനോടുള്ള ബഹുമാനമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാം ബഹുമാനമുള്ളതാണ്, ആദരവുള്ളതാണ്. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസുകൾ, അതോടൊപ്പം തന്നെ സ്വലാത്തിന്റെ വാർഷികങ്ങൾ. ഇങ്ങനെ മഹബത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാത്തിനും ആ രൂപത്തിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹബത്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹബത്ത് എന്ന് പറയുന്നത്, അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദുനിയാവിൻ്റെ മാത്രമല്ല, ആഖിറത്തിന്റെ ഏറ്റവും വലിയ നിദാനം, രക്ഷക്കുള്ള വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അത് മഹബത്താണ്, സ്വലാത്താണ്. ഈ ദുനിയാവിൽ നമ്മൾ ഒരാൾ രോഗം മാറാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ രോഗം മാറൂന്നാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ, മുതലില് ബർക്കത്തുണ്ടാവാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ ആ കാര്യത്തിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. ഇണയെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന യുവതി യുവാക്കള് അവരുടെ കാര്യം നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്വലാത്ത് ചൊല്ലിയാൽ ആ കാര്യം നടക്കുമെന്നാണ്. ഇത് നമ്മുടെ ദുനിയാവിന്റെ വിഷയമാണ്. എന്നാൽ ആഖിറത്തിലെ എല്ലാ വിഷയവും എല്ലാ കാര്യവും മുസ്തഫായ നബി തങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് മുസ്തഫായ നബി തങ്ങളാണ്. അവിടെ നമ്മുടെ ഏറ്റവും വലിയ രക്ഷാ കവചം എന്ന് പറയുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അത് ആഖിറത്തിൽ മാത്രമല്ല, മരിക്കുന്ന സമയത്തായാലും ആ സാന്നിധ്യം ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അല്ലാഹുവോട് ദുആ ഇരക്കുന്നത്, മരിക്കുന്ന സമയത്ത് മുസ്തഫായ നബി തങ്ങളുടെ സാന്നിധ്യം ലഭിക്കണമെന്ന് നമ്മൾ ദുആ ഇരക്കുന്നത്. ആ സാന്നിധ്യം ലഭിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മജ്ലിസുൻ നൂർ ചൊല്ലുമ്പോ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. നമ്മൾ ബൈത്ത് രൂപത്തിലാണ് പാടാറുള്ളതെങ്കിലും അത് അല്ലാഹുവിനോടുള്ള തേട്ടമാണ്, ദുആയാണ്.
ദാഹമൗത്തത് കൂട്ടിടും. മരിക്കുന്ന സമയത്ത് അസഹനീയമായ ദാഹമുണ്ടായിരിക്കുമെന്നാ. എത്രത്തോളമെന്ന് വെച്ചാൽ കടലിലെ വെള്ളം കുടിച്ചാലും തീരാത്തത് പോലെയുള്ള ദാഹമാണ്. ദാഹമൗത്തത് കൂട്ടിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ആ സമയത്ത് അതാ വെള്ളപാത്രവുമായി കൊണ്ട് ഇബ്ലീസ് കടന്നു വരികയാ. അസഹനീയമായ ദാഹമുള്ള മനുഷ്യന്റെ മുന്നിലേക്ക് വെള്ളപാത്രവുമായി കൊണ്ട് ഇബ്ലീസ് കടന്നു വരികയാണ്. ഈ മനുഷ്യനോട് ചോദിക്കുന്നു, മോനെ, നീ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ, നിനക്ക് വല്ലാതെ ദാഹമുണ്ടല്ലോ, നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് വെള്ളം വേണമെന്ന് പറയുകയും ആ വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആരാധിക്കുന്ന വിശ്വാസം അത് യാഥാർത്ഥ്യമല്ലെന്ന് പറയുകയും നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ നല്ലോണം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലപ്പം വിചാരിക്കുന്നത് ഇബ്ലീസിന്റെ രൂപത്തിനെ കുറിച്ചൊക്കെയാണ്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിനെ കാണുമല്ലോ, ചുറ്റുള്ളവര് കാണൂല, മരിക്കുന്ന മനുഷ്യൻ കാണൂന്നാണ്. ഈ അടുത്ത കാലത്താണല്ലോ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. മരിക്കുന്ന മനുഷ്യൻ നല്ലോണം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ശാസ്ത്രത്തിന്റെ തെളിവൊന്നും നമുക്ക് വിഷയമല്ല, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. ശാസ്ത്രം പറയുകയാണ്, മരിക്കുന്ന മനുഷ്യൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പലതും കാണുമെന്ന്. 16 സെക്കൻഡ് കാഴ്ച ശക്തി നീണ്ടു നിൽക്കുമെന്ന് ശാസ്ത്രം പറയുമ്പോ ആ കാണുമെന്നുള്ളത് ശരിയാണ്, പക്ഷേ 16 സെക്കൻഡ് എന്നുള്ളത് സത്യമല്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാണ്, മരിക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ മൂടിയെ അല്ലാഹു സുബ്ഹാനഹു തആല നീക്കുന്ന. ആ നീക്കുമ്പോഴാണല്ലോ അസ്രായീലിനെ കാണുന്നത്, ആ നീക്കുമ്പോഴാണല്ലോ മലക്കുകളെ കാണുന്നത്, ആ നീക്കുമ്പോഴാണല്ലോ നമുക്ക് സഹായത്തിന് വേണ്ടി വരുന്ന മഹാന്മാരെ, മഹത്തുക്കളെ, മശായിഖന്മാരെ കാണുന്നത്. ഈ പറഞ്ഞ രൂപത്തിൽ ഇബ്ലീസ് വെള്ളപാത്രവുമായി കൊണ്ടുമോനെ, നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലോ, നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുകയും ഈ ഈമാൻ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ സമയത്ത് ബദരീങ്ങളുടെ കാവല് നൽകണമല്ലോ. ആ ദുആയുടെ സാരമതാ. കാരണം ബദരീങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഇബ്ലീസിന്റെ സാന്നിധ്യമില്ല. ബദരീങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഇബ്ലീസിന് വരാൻ വേണ്ടി സാധ്യമല്ല. ബദരീങ്ങൾ എന്ന് പറയുമ്പോ ബദരീങ്ങളുടെ നേതാവ് മുസ്തഫായ നബി തങ്ങളാ. ആ നബി തങ്ങളുടെ സാന്നിധ്യം ലഭിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ പെടാനാവണം നമ്മുടെ തേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ തേട്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ സഹായം, ആ സാന്നിധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ മഹബ്ബത്ത് വെക്കണം, സ്നേഹിക്കണം. അപ്പൊ മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് മഹബ്ബത്താണ്, സ്വലാത്താണ്. ഇനി നമ്മ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോഴോ നമ്മൾ ദുആയിരക്കാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകൈ കൊണ്ട് ഞങ്ങൾ നീ ഖബറിലേക്ക് വെക്കണമെന്ന് ദുആയിരക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയും ഖബറിലേക്ക് വെക്കപ്പെടുന്നവരുണ്ട്. അതും മഹബ്ബത്ത് വെച്ചവരാണ്, സ്വലാത്ത് ചൊല്ലിയവരാണ്. അപ്പൊ നമ്മുടെ ആഖിറത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അത് മഹബ്ബത്താണ്, അത് സ്വലാത്താണ്. അല്ലാഹു തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മഹ്ശറയിൽ നമുക്കറിയാമല്ലോ, നമ്മൾ തേടാറില്ലേ, യാ അല്ലാഹ് അവിടുത്തെ ശഫാഅത്തിൽ ചേർക്കണേന്ന് ദ്വാരക്കാറില്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അവിടെ നമ്മളെ മാത്രമല്ല
നമുക്ക് മഹ്ശറ എന്ന് പറയുമ്പോ പ്രത്യേക ഒരു ബേജാറും പേടിയൊന്നുമില്ല. നമ്മൾ പഠിച്ച മഹ്ശർ എന്ന് പറഞ്ഞാൽ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ, നിലത്താണെങ്കിൽ ചെമ്പിന്റെ തറയാണ്. അതിന്റെ അപ്പുറം നമുക്ക് എന്തറിയാം? നമുക്കറിയുന്ന മഹ്ശറ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചാണ് മുകളിലാണ് സൂര്യൻ, മറ്റൊന്ന് നിലത്ത് ചെമ്പിന്റെ തറയാണ്, അത് തിളച്ച് മറിയുന്നുണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം നമുക്ക് എന്തറിയാം? ആ മഹ്ശറയിലുള്ള വിജയ മുസ്തഫായ നബി തങ്ങളാണ്. എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകം അവസാനത്തിന്റെയും അള്ളാഹുവിന്റെ ഹിസാബിന്റെയും ഇടയിൽ 50,000 വർഷമുണ്ടെന്നാണ്. എങ്ങനെ? ലോകം അവസാനം സംഭവിച്ചു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ദീർഘമായ കാലത്തിന്റെ ശേഷം ആ ഹിസാബിന്റെയും ലോകം അവസാനത്തിന്റെയും ഇടയിൽ 50,000 വർഷമുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടുത്തെ 60 70 വർഷത്തിന് തന്നെ എത്രമാത്രം വലിയ ദീർഘമാണ്. അപ്പൊ മഹ്ശറയുടെ ഭീകരത എത്ര വലുതാണ്. മഹ്ശറ നമുക്ക് മനസ്സിലാകണമെങ്കിൽ മനുഷ്യന്മാർ അല്ലാഹുവോട് തേടും, അല്ലാഹ് എന്റെ സ്ഥാനം അത് നരകമാണെങ്കിൽ എനിക്ക് നീ നരകം താ അല്ലാഹ്, എന്റെ സ്ഥാനം സ്വർഗമാണെങ്കിൽ എനിക്ക് നീ സ്വർഗം താ അല്ലാഹ്. എന്നാലും മഹ്ശറയിൽ നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോ ഏത് മനുഷ്യനാണിത് പറയുന്നതെന്നറിയുമോ? നരകത്തിലുള്ള ഭീകരതയെ കുറിച്ചറിയുന്ന മനുഷ്യന്മാർ, നരകത്തിലുള്ള പാമ്പിനെ കുറിച്ചറിയുന്ന മനുഷ്യന്മാർ, നരകത്തിലുള്ള തേളിനെ കുറിച്ച്, തീയിനെ കുറിച്ച്, അദാബിനെ കുറിച്ചറിയുന്ന മനുഷ്യന്മാർ അല്ലാഹുവോട് തേടും, അല്ലാഹ് എന്റെ സ്ഥാനം അത് നരകമാണെങ്കിൽ എനിക്ക് നീ നരകം താ അല്ലാഹ്. എന്നാലും മഹ്ശറയിൽ നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നരകാണെങ്കിൽ നരകം, എന്നാലും മഹ്ശറയിൽ നിന്ന് എന്നെ നീ ഒന്ന് കൈസലാക്കി താ അല്ലാഹ്. നബിമാരടുക്കലേക്ക് പോകും. ആദൻ നബിയോട് പറയുമെന്ന് അള്ളാഹുവിനോട് ഹിസാബിനെടുക്കാൻ വേണ്ടി പറയണം. ആദൻ നബി പറയും, എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ വലിയ ബേജാറിലാണ്. അല്ല കഴിക്കണ്ട എന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ അറിയാതെ കഴിച്ചു പോയിട്ടുണ്ട്. ആ പഴത്തിന്റെ കാര്യത്തിൽ എന്റെ ആഖിറം എന്താകുമല്ലോ? മൂസാ നബിയോട് സങ്കടം പറയുമ്പോ മൂസാ നബി പറയുന്നത്, എന്റെ ആഖിറം എന്താകുമല്ലോ? രണ്ട് മനുഷ്യന്മാര് തമ്മിൽ ശണ്ട കൂടിയപ്പോ, രണ്ട് മനുഷ്യന്മാര് തമ്മിൽ അടിപിടി കൂടിയപ്പോ അവരെ രഞ്ജിപ്പിക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിൽ ഇടപെട്ടപ്പോ ഒരു കിബിത്തി മരിച്ചു പോയിട്ടുണ്ടല്ലോ അല്ലാഹ്. അയാളെ കാര്യത്തിൽ എന്റെ ആഖിറം എന്താവുന്നു ഞാൻ വലിയ ബേജാറിലാണ്. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ആയിഷ ഇത് നല്ലോണം കൽബ് കൊണ്ട് കേൾക്കേണ്ട വിഷയമാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, കൽബ് കൊണ്ട് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ നമ്മൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ പോലും ഒരു നൂലിന്റെ ബന്ധമില്ല ആയിഷ. ഒരാൾ പോലും വസ്ത്രം ധരിക്കൂല ആയിഷ. ഒരാൾ പോലും വസ്ത്രം ധരിക്കൂല എന്നാണ്. ആ സമയത്ത് ആയിഷ ബീവിയുടെ സങ്കടമാണ്, യാ റസൂലല്ലാഹ് പരസ്പരം ഔറത്ത് കാണൂല നബിയേ. നമ്മുടെ വീട്ടിലുള്ള പെണ്ണിനെ പോലെയുള്ള പെണ്ണല്ല ആയിഷ ബീവി. നുബുവത്തിന്റെ നേതാവിന്റെ ഭാര്യയാണ് ആയിഷ.
ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാന്റെ റസൂലിന്റെ കളിക്കൂട്ടുകാരനായ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ മകളാണ് ആയിഷ. ലോകത്തിന് വലിയ മാതൃകയാണ് ആയിഷ. സ്വർഗത്തിലെ വനിതകളുടെ നേതാക്കളിൽ ഒരാളാണ് ആയിഷ. ആയിഷ ബീവിയുടെ സങ്കടമാണ് യാ റസൂലല്ലാഹ്, ഔറത്ത് കാണൂല നബിയേ, ഔറത്ത് കാണൂല നബിയേ. അവിടെ നമ്മൾ മാത്രമല്ല 1,24,000 വരുന്ന നബിമാരും ആ നബിമാരുടെ കോടാനുകോടിക്കണക്കിന് വരുന്ന അനുയായികളും എന്ന് വേണ്ട, അല്ലാഹ് ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട ജിന്ന് വർഗമുണ്ടല്ലോ. അല്ലാഹുവിനല്ലാതെ മറ്റാരിക്കും എണ്ണമറിയാത്ത മുഖർറബീങ്ങളായ മലക്കുകളുണ്ടല്ലോ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പറവകളുണ്ടല്ലോ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന മൃഗങ്ങളുണ്ടല്ലോ, കണ്ണുകൊണ്ട് കാണാത്ത വൈറസുകളുണ്ടല്ലോ. അല്ല ജന്മം നൽകിയ എന്തുണ്ടോ, അല്ല ജീവൻ നൽകിയ എന്തുണ്ടോ, അത് മുഴുവനും ഒരുമിച്ച് കൂടുന്ന ലോകമാണ് മഹ്ശറ. അതിലുപരി 1,24,000 വരുന്ന നബിമാരും ആ നബിമാരുടെ കോടാനുകോടിക്കണക്കിന് വരുന്ന അനുയായികളും യാ റസൂലല്ലാഹ് ഔറത്ത് കാണൂല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി ആയിഷ, ഒരാൾ പോലും ഔറത്ത് കാണൂല ആയിഷ. അവിടെ അന്ധന്മാരായതുകൊണ്ടല്ല, അവിടെ കണ്ണ് കാണാത്തവരായതുകൊണ്ടല്ല, ഒരാള് പോലും വസ്ത്രം ധരിക്കൂലെങ്കിലും ഒരാള് പോലും ഔറത്ത് കാണാതിരിക്കാനുള്ള കാരണം ആ മഹ്ശറയുടെ ഭീകരതയാണ്. സുബ്ഹാനല്ലാഹ്. ആ മഹ്ശറയിലാണ് മുസ്തഫായ നബി തങ്ങൾ വന്നുകൊണ്ട് നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ട് മീനിനെ പിടിക്കുന്നത് പോലെ ചിലരുടെ കൈ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരുടെ കൈയാണ് നബി തങ്ങൾ പിടിക്കുന്നതെന്നറിയുമോ? മഹബ്ബത്തുർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെച്ചോ അവരെ മഹ്ശറയിലെ രക്ഷപ്പെടൂന്നാണ്. മഹബ്ബത്തിനെ തട്ടപ്പെടൂല എന്നാണ്. നമ്മുടെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂ നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ നിസ്കാരം, എന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ നിസ്കാരത്തിന്റെ കഥ തന്നെ എന്താണ് അല്ലേ? നമുക്കറിയാലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലിയാര് തങ്ങളുടെ കാലിൽ അമ്പു തറച്ചപ്പോ അതെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ പറയാണ്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, ആ നിസ്കരിക്കുമ്പം നിങ്ങൾ അമ്പ് എടുത്തോളി. എന്നിട്ട് നിസ്കാരത്തിൽ അമ്പ് വലിച്ചൂരിയപ്പോ മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഞാനടക്കം നമ്മൾ കൊതുക് കടിച്ചറിയാതിരിക്കലില്ല. നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടുമോ? നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലാഹുവേ, നിന്നെ മാത്രം ഓർത്തുകൊണ്ട് മറ്റൊരു ചിന്തയില്ലാതെ മറ്റൊരു ബോധ്യമില്ലാതെ നിന്നെ മാത്രം ഓർത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ നമുക്കാരിക്കെങ്കിലും പറ്റുമോ? നിങ്ങളോട് ഇത് ചോദിക്കുന്ന മുന്നിലിരിക്കുന്ന എന്നെ കൊണ്ട് പറ്റുമോ? അല്ലാഹനെ മാത്രം ഓർത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? അപ്പൊ നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? വെറുമൊരു പട്ടിണി കിടക്കൽ മാത്രമാണ്. എന്നാൽ ഒരു വിഭാഗം മഹാന്മാരുടെ നോമ്പുണ്ട്. അവരുടെ നോമ്പ് മുറിയൽ ഉള്ളിലേക്ക് വല്ലതും കടക്കൽ കൊണ്ടല്ല, അല്ലാഹ് എന്നുള്ള ബോധ്യം ചുരുങ്ങിയ സമയം നഷ്ടപ്പെട്ടാൽ അവരെ നോമ്പ് ബാത്തിലാണ്. എങ്ങനെ? നമ്മൾ അറിയാതെ ഓർമ്മയില്ലാതെ വയറ് നിറച്ചും ബിരിയാണി തിന്നാലും നമ്മളെ നോമ്പ് മുറിയില്ല.
നമുക്ക് ഓർമ്മയില്ല. വിശന്നപ്പോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കുമ്പോ അയാൾ ചോദിക്കണം, അപ്പൊ ഉസ്താദെ തങ്ങളെ ഇങ്ങക്ക് നോമ്പുണ്ട്? അല്ലാഹ്, നോമ്പുണ്ട്, എനിക്ക് മറന്നുപോയി. എന്നാ നമ്മള് നോമ്പ് മുറിയോ? ഇല്ല. എന്നാ ചില മഹാന്മാരുടെ നോമ്പ് എങ്ങനെയാണ്? അല്ലാഹ്, ഈ ഓർമ്മയിൽ നിന്നും ഒരല്പനേരം അവർ വ്യതിചലിച്ചു പോയാൽ, മറന്നുപോയാൽ അവരുടെ നോമ്പ് ബാത്തിലായി എന്നാണ്. അപ്പം പിന്നെ നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താ? നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുമോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും അമലെന്ന് പറയുന്നത് നിയ്യത്ത് കൊണ്ടാണ്. ആരാരുമില്ലെങ്കിൽ വളരെ സ്പീഡിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഉസ്താദ് കാണുന്നുണ്ടെന്ന് തോന്നുമ്പോ നമ്മുടെ നിസ്കാരത്തിന് അറിയാതെ സ്പീഡ് കുറയാറില്ലേ? അല്ലേ സാധാരണ? മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും യാചനയുമായി കൊണ്ട് കടന്നു വരുമ്പോ സാധാരണ നമ്മൾ 5 രൂപയാണ് കൊടുക്കാറുള്ളതെങ്കിൽ നമ്മുടെ വീട്ടിൽ 4-5 പേര് ഒരുമിച്ചു കൂടിയപ്പോ അവരുടെ മുന്നിലേക്കാണ് യാചകൻ വന്നതെങ്കിൽ 5-10 ആകും, അതല്ലെങ്കിൽ 50 ആകും. എന്റെ മുഅ്മിനീങ്ങളെ, ഈ അമല് കൊണ്ട് പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ കേട് കിട്ടുമ്പോ മനുഷ്യന്മാർ അല്ലാഹുവിനോട് തേടുമല്ലോ, ഞാൻ നിസ്കരിച്ച നിസ്കാരം ഇതില് കാണുന്നില്ലല്ലോ റബ്ബേ, ഞാൻ നോറ്റ നോമ്പ് ഇതില് കാണുന്നില്ലല്ലോ അല്ലാഹ്, ഞാൻ കൊടുത്ത സ്വതക്ക ഇതില് കാണുന്നില്ലല്ലോ റബ്ബേ. അല്ലാഹ് ചോദിക്കും, ആര് കാണാനാണോ നീ അമല് ചെയ്തത്? ആര് കാണാനാണോ നീ നിസ്കരിച്ചത്? ആര് കാണാനാണോ നീ സ്വതക്ക അധികം കൊടുത്തത്? ആരെ പേടിച്ചിട്ടാണ് നീ അമല് ചെയ്തത്? അവരോട് തന്നെ പോയിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങാൻ, അവരോട് തന്നെ പോയിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങാൻ. ഇങ്ങനെ എന്തായാലും അല്ലാഹ് സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഇബാദത്ത് നമ്മുടെ പക്കലില്ല. എന്നാൽ ഒരു അമലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, എന്റെ ഈ അമൽ അല്ലാഹു സ്വീകരിക്കും. അതെന്തായാലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരു അമല് അത് നിയ്യത്ത് എത്ര മോശമായാലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതേതാണ് അമല്? സ്വലാത്താണ്. ഒരാൾ കിബറോടുകൂടി സ്വലാത്ത് ചൊല്ലി, അതല്ലെങ്കിൽ 4 ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ വലിയ ചൊല്ലുന്ന ആളാണെന്നറിയാൻ, അതല്ലെങ്കിൽ ദിക്റെടുക്കുന്ന ആളാണ്, സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്നറിയാൻ, മറ്റുള്ളവരെ കാണാൻ വേണ്ടി തന്നെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിനെയും തട്ടിക്കളയുന്നതല്ല. നിയ്യത്ത് വളരെ മോശമാണ്, കിബിറാണ്, അഹങ്കാരമാണ്. ഞാൻ വല്ല ചെല്ലുന്നവനാണെന്നറിയാൻ തസ്ബീഹ് മാലെടുത്തിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം ഒരാൾ ചൊല്ലി, നിയ്യത്ത് എന്താണ്? ഞാൻ വല്ല ചെല്ലുന്ന ആളാണെന്നറിയാം. വേറെ ഒരു നേട്ടവും ഉദ്ദേശവും അവർക്കില്ല. എന്നാലും ആ അമലിനെ, ആ സ്വലാത്തിനെ അല്ലാഹു തട്ടിക്കളയൂല എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നിവിടെ വഅള് നടക്കുകയാണ്. നമ്മൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്, തങ്ങൾ ഇങ്ങനെ വഅള് പറയുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോ ഉറക്കിൽ സംസാരിക്കുന്ന ചില സ്വഭാവം ഉണ്ടല്ലോ. ഒരാൾ ഉറക്കിൽ ചൊല്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചൊല്ലിയത് ഇയാൾ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ സ്വലാത്തിനെയും അല്ലാഹു തട്ടിക്കളയൂല എന്നാണ്. ആ സ്വലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നാണ്. നമുക്കറിയാമല്ലോ, ഈ ദുനിയാവിൽ നമ്മൾ മറ്റുള്ളവരെ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, പ്രയാസപ്പെടുത്തിയാൽ നമ്മുടെ അമലുകളൊക്കെയും അവർക്ക് കൊടുക്കേണ്ടി വരൂലേ? അല്ലേ?
നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞു, നമ്മൾ കുറ്റം പറഞ്ഞു, നാളെ നമ്മൾ അവിടെ നിന്ന് ഹിസാബിനെടുക്കുമ്പോ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നോക്കിയ നോമ്പയാക്ക് കൊടുക്കേണ്ടി വരും, നമ്മുടെ നിസ്കാരം കൊടുക്കേണ്ടി വരും, ദിക്ർ കൊടുക്കേണ്ടി വരും, നമ്മുടെ സ്വതക്ക അയാൾക്ക് കൊടുക്കേണ്ടി വരും. ഇനി വിഹിതം വെച്ച് 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 അവസാനം ഇത് തീർന്നു പോയി. എന്താ ചെയ്യണ്ടേ? അയാള് ചെയ്ത പാപങ്ങൾ നമ്മൾ പേറേണ്ടി വരും. ഒരു തവണ പോലും കള്ളു കുടിക്കാത്ത ആളാണ്, പക്ഷേ ഇയാളേറെ കുറ്റം പറഞ്ഞതൊരു കള്ളുകുടിയനാണ്. അയാള് മുസ്ലിമാണ്, അയാള് കള്ളുകുടിയനാണ്, അയാള് മറ്റാരെയും കുറ്റമൊന്നും പറയാറില്ല. എന്റെ മുഅ്മിനീങ്ങളെ, ആ പാപം ഇയാള് പേറേണ്ടി വരും. എന്നാ വിഹിതം വെക്കുന്ന സമയത്ത് അല്ലാഹ് തൊടാത്തൊരു അമലാണ് സ്വലാത്ത്. സ്വലാത്തിനെ വിഹിതം വെക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് വിഹിതം വെക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹജ്ജിനെ വിഹിതം വെക്കും, നിസ്കാരത്തെ വെക്കും, സ്വതക്ക വെക്കും, സക്കാത്ത് വെക്കും, അമലുകളൊക്കെയും വെക്കും. പക്ഷേ സ്വലാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊടൂല. അപ്പൊ എന്തായാലും അല്ലാഹ് സ്വീകരിക്കും ഉറപ്പുള്ള ഒരേ ഒരു അമൽ എന്താണ്? സ്വലാത്താണ്. ഇതിങ്ങനെ വഅദ് നമ്മൾ കേട്ടാൽ പോരാ, നമ്മൾ എന്താവണം? ഇന്ന് മുതൽ ഒരു എണ്ണം വെച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലണം? എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലണം? നമ്മൾ എല്ലാവരുടെയും മോഹം സ്വർഗമല്ലേ? അല്ലേ? എന്തായാലും സ്വർഗം കിട്ടുമെന്ന് ഉറപ്പു തരാൻ വേണ്ടി പറ്റുന്ന ഒരു അമൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്. ആരെങ്കിലും മരിക്കുന്നത് വരെ എല്ലാ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലിയാൽ സ്വർഗത്തിൽ അയാളുടെ സ്ഥാനം കാണാതെ അയാൾ മരിക്കില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറഞ്ഞത് കളവാകുമോ? ആയാ പിന്നെ നബിത്തങ്ങൾ നബിയല്ലാതെ ആവും. അപ്പൊ നബിത്തങ്ങൾ പറഞ്ഞത് കളവാകാൻ വേണ്ടി പാടില്ല. ആ നബിയാണ് പറയുന്നത്. ആരെങ്കിലും കൽബ് കൊണ്ട് കേട്ടോ, ആരെങ്കിലും മരിക്കുന്നത് വരെ എന്ന് പറയുമ്പോ ഒരാൾ മരിക്കുന്നതിന്റെ 1 കൊല്ലം മുമ്പേ അയാൾക്ക് സ്ട്രോക്ക് വന്നിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ ബോധം നഷ്ടപ്പെടുന്നത് വരെ, ബോധമുള്ള കാലത്തോളം എല്ലാ ദിവസവും ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള അയാളെ സ്ഥാനം കാണിക്കാതെ അയാൾ മരിച്ചു പോകൂല എന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം? നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരവും അമലുകളും ഒക്കെ കൂടെ എന്ത് ചെയ്യും? സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ എത്ര സമയം വേണ്ടി വരും? നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പറ്റുമെങ്കിൽ തുടങ്ങാലോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ആ സ്വലാത്തല്ലാതെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്നുള്ള ആ സ്വലാത്ത് 100 ചൊല്ലാൻ വേണ്ടിയിട്ട് 7 മിനിറ്റ് മാത്രം മതി. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരു തെറ്റുമില്ലാതെ ശ്രദ്ധയോട് കൂടിയിട്ട് ചൊല്ലാൻ 7 മിനിറ്റ് മാത്രം മതി. സുബ്ഹിന്റെ ശേഷം ഒരു 14 മിനിറ്റ്. എന്തിന്? സ്വർഗത്തിന് വേണ്ടി. ളുഹറിന് ശേഷം ഒരു 14 മിനിറ്റ്. അസ്റിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാഇന് ശേഷം ഇടയിൽ വിട്ടുപോയാലും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അയാൾ എന്തായാലും സ്വർഗത്തിൽ കടക്കുമെന്നാണ്. കള്ളുകുടിയനായാലും കടക്കുന്നാണ്, വ്യഭിചാരിയായാലും സ്വർഗത്തിൽ കടക്കുന്നാണ്, പലിശക്കാരനാണ്, മോശക്കാരനാണ്, സ്വർഗത്തിൽ കടക്കുന്നാണ്. അപ്പം ചോദിക്കാതെ എങ്ങനെയാ നിങ്ങളെ? അല്ലേ? കള്ളുകൂടിയൻ എങ്ങനെയാണ് സ്വലാത്തല്ലിട്ട് സ്വർഗത്ത് കടക്കല്? അതെങ്ങനെയാണ്? 1000 സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു കള്ളുകുടിയനാണ് ഈ വഅദ് കേട്ടുകൊണ്ട് അവിടുന്ന് സ്വലാത്ത് ചൊല്ലുകയെങ്കിൽ ആ സ്വലാത്ത് ചൊല്ലുന്ന കള്ളുകുടിയന്റെ കള്ളുകുടി അല്ലാഹു മാറ്റുന്നതാണ്. അയാളുടെ കള്ളുകൂടി അല്ലാഹ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാ. അയാൾക്ക് അല്ലാഹു തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നതാ.
പലിശക്കാരന്റെ പലിശയുമായിട്ടുള്ള ഇടപാട് നിൽക്കുന്നതാണ്. വ്യഭിചാരിയാണെങ്കിൽ വ്യഭിചാരിയുടെ സ്വഭാവം നന്നാകുന്നതാണ്. 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അങ്ങനെ അല്ലാഹു രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഈ രൂപത്തിൽ ചൊല്ലാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരു 14 മിനിറ്റ് എന്തിനു വേണ്ടി? അല്ലാഹ് എന്തായാലും സ്വീകരിക്കൂന്ന് ഉറപ്പുള്ള സ്വലാത്തിന് വേണ്ടി, അമലിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി. കഴിയൂലേ? കഴിയുന്നവർ. എല്ലാവർക്കും ഒന്നും കഴിയൂല. ഈ കൂട്ടത്തിൽ റിക്ഷ ഓട്ടിക്കുന്നവരുണ്ടാകും, പെയിന്റിന്റെ പണിക്ക് പോകുന്നവരുണ്ടാകും, മറ്റു പല ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും കഴിയൂല. കഴിയും. റിക്ഷ ഓട്ടിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലാം. കൂലിപ്പണിക്കാരൻ അയാളുടെ പണിയുടെ സമയത്ത് സ്വലാത്ത് ചൊല്ലാം. എന്ത് ജോലിയായാലും ഏതവസ്ഥയിലായാലും, വലിയ ശുദ്ധിക്കാരനാവട്ടെ, ഹൈലുകാരിയാവട്ടെ, നിഫാസുകാരിയാവട്ടെ, അയാൾക്ക് ശുദ്ധിയില്ല, ശരീരത്തിൽ നജസുണ്ട്, എന്നാലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന അമലാണ് സ്വലാത്ത്. മിനിങ്ങളെ കേട്ടോ, ഈ കൂട്ടത്തിൽ 60ഉം 70ഉം ഒക്കെ വയസ്സുള്ളവരുണ്ട്. നമുക്ക് തോന്നും, അല്ലാ എനിക്ക് 70 വയസ്സായില്ലേ, 50 വയസ്സായില്ലേ, ഇത് പ്രായപൂർത്തിയായ മുതലേ ചെല്ലണ്ടേന്ന്. വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ നന്മയുടെ, ഈ ഇബാദത്തിനെ കുറിച്ച്, അമലിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴാണോ അറിയുന്നത്, അന്ന് മുതൽ നമ്മൾ തുടങ്ങേണ്ടതാണ്. ഈ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരെ, നിങ്ങൾ ഈ വഅദ് കേട്ടുകൊണ്ട് ഇന്ന് മുതൽ സ്വലാത്ത് ചൊല്ലി 3-ാമത്തെ ദിവസം നിങ്ങൾ മരിച്ചാലും സ്വർഗത്തിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട? 1 കൊല്ലം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. ഇതറിഞ്ഞത് മുതൽ, കേട്ടത് മുതൽ 3 ദിവസം ചൊല്ലി 4-ാമത്തെ ദിവസം മരിച്ചുപോയി. ഇന്നും നാളെയും ചൊല്ലി മറ്റന്നാള് മരിച്ചുപോയി. ഇയാൾ വലിയ ഭാഗ്യവാനാണ്. അപ്പോ കഴിയുന്നവരെന്താക്കുക? 1000 സ്വലാത്ത് ചൊല്ലാൻ ചുരുങ്ങിയ സമയം, 24 മണിക്കൂർ നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. 1 മണിക്കൂറും 5-10 മിനിറ്റും മാത്രം മതി. ഞാൻ ഈ പറഞ്ഞ സ്വലാത്ത് ചൊല്ലാൻ തന്നെ. ഇത് വലിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൽ തുടങ്ങുന്ന ആ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം വേണ്ട. അപ്പൊ നമ്മൾ എത്ര കാലമായി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തുടങ്ങിയിട്ട്? ഒരു 3 നമുക്കത് ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ നമുക്ക് പറയാം. സ്വലാത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ കഴിയുന്നവർ ഇന്ന് മുതൽക്ക് തന്നെ 1000 ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. മുഅ്മിനീങ്ങളെ, വല്ലാഹി, ഞാൻ ഈ വല്ലാഹി ചൊല്ലുന്നത് അള്ളാന്റെ റസൂലിന്റെ വാക്ക് കളവാകൂല എന്നുള്ളത് 100% ഉറപ്പായത് കൊണ്ടാണ്. ഇനി നമുക്ക് കഴിയൂല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നുണ്ട്, ആയത്ത് അധികരിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പറയുന്നിടത്തിൽ 1000-ൽ മുകളിൽ ചൊല്ലണമെന്ന്. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ, മഹാന്മാര് പഠിപ്പിക്കുന്നത് 700 ചൊല്ലിയാൽ തന്നെ അധികരിപ്പിക്കലാകുമെന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരു ദിവസം 500 ചൊല്ലിയാൽ തന്നെ അധികരിപ്പിക്കലാകുമെന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം മഹാന്മാര് പറയുന്നുണ്ട് 300 ചൊല്ലിയാൽ തന്നെ അധികരിപ്പിക്കലായി എന്നാണ്. അതിനേക്കാളും കുറഞ്ഞിട്ടാരും പറഞ്ഞിട്ടില്ല. 300 ചൊല്ലിയാൽ സ്വർഗത്തിലെ സ്ഥാനം കണ്ടിട്ട് മരിക്കൂന്നല്ല പറയുന്നത്. അത് 1000 ചൊല്ലിയവർക്കുള്ളതാണ്. സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 300 ചൊല്ലണമെന്നാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ 300 അല്ല, നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തേട്ടം. കഴിയുമെങ്കിൽ 1000 തന്നെ. അതിന് കഴിയൂലെങ്കിൽ ഒരു 700, അതിനും കഴിയൂല ഒരു 500, ഒരു 300-ൽ കുറയാത്ത സ്വലാത്തുകൾ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതേത്, ഞാൻ വഅദ് നിർത്തിയതിന് പഠിക്കേണ്ട വിഷയം ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അതേത് സ്വലാത്ത് ചൊല്ലലാണ് നല്ലത്? ഏത് സ്വലാത്ത് ചൊല്ലലാണ് നല്ലത്? അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം, അവിടത്തെയും അവിടുത്തെ കുടുംബത്തെയും
അവിടുത്തെ സ്വഹാബത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വലാത്താൻ. നബിത്തങ്ങൾക്ക് വേണ്ടി മാത്രം ചൊല്ലുന്ന സ്വലാത്തല്ല. സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സ്വലാത്തിന് ചില ആൾക്കാർ വാല് മുറിഞ്ഞ സ്വലാത്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വാല് മുറിഞ്ഞ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ദുആയാണ്. എന്നാ നബിത്തങ്ങൾക്ക് ഇഷ്ടം സ്വഹാബത്തിനെ ഉൾപ്പെടുത്തണം, അവിടുത്തെ കുടുംബത്തിനെ ഉൾപ്പെടുത്തണം. അതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വലാത്താണ് നബിത്തങ്ങൾക്ക് ഇഷ്ടമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, നിങ്ങളോട് ശ്രദ്ധിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെന്തെങ്കിലും തെറ്റുണ്ട? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും തെറ്റുണ്ട? ഉണ്ടോ? ഈ ചില ആൾക്കാർ ഇങ്ങനെ ആട്ടുന്നുണ്ട്. അത് മൊത്തം തെറ്റാണ്. ഇങ്ങനെ വയത് നിർത്തി പഠിക്കേണ്ട വിഷയം ഓർമ്മപ്പെടുത്താൻ. അത് മൊത്തം തെറ്റാണ്. അപ്പൊ ആ സ്വലാത്ത് ചെല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒന്നാമതായി സ്വല്ലല്ലാഹു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിരുന്ന, ഞാൻ പല സ്ഥലത്തും ഈ വിഷയം പറയലുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ വിശദീകരിക്കേണ്ട. സ്വല്ലല്ലാഹു സ്വാദാണ്. പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മൾ അങ്ങനെയാ ചെല്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തു ഓല? അല സമാവാത്ത്, ആകാശത്തിന്റെ മേൽ, അലൽ അർളി, ഭൂമിയുടെ മേൽ, അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേൽ എന്നർത്ഥം വരുന്ന അല ഓലയായ പിന്നെ സ്വലാത്ത് ശരിയാവും? ഞാൻ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതൊന്നും, ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഈ രൂപത്തിൽ കഴിയുമെങ്കിൽ 1000 സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അനുവദിക്കപ്പെട്ട സമയം എന്നുള്ളത് 11 മണിക്ക് ചീരണി ഇവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കുടിയോതി 11 മണിയാകുമ്പോഴേക്ക് കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് ഇനി വിശാലമായി സംസാരിച്ചാൽ സമയം നീണ്ടുപോകും. മരണസമയം നമ്മുടെ രക്ഷയെന്നുള്ളത് മഹബ്ബത്താണ്. ഖബറിൽ രക്ഷയെന്നുള്ളത് മഹബ്ബത്താണ്. അള്ളാഹു തട്ടിക്കളയാത്ത ഒരേ ഒരു അമലു സ്വലാത്താണ്. അള്ളാഹു വിഹിതം വെക്കാത്ത ഒരേ ഒരു അമലു സ്വലാത്താണ്. ഞാൻ ഇന്ന് വരുന്നത് വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ മഖാമിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇന്നലെ അവിടെ സിയാറത്ത് ചെയ്ത് നാട്ടിലേക്ക് എത്തിയത് ഇന്നാണ്. ഞാൻ പറയാൻ വേണ്ടി കാരണം, മഹാനവറുകൾ മുത്തുനബിയുടെ മദീന മുനവ്വറയുടെ മുറ്റത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കേരളത്തിൽ നിന്നും വരുന്ന, മലബാറിൽ നിന്നും വരുന്ന ഒരു ഫക്കീറാണെന്ന് പറഞ്ഞ് വലിയ മഹബ്ബത്തിന്റെ ആളായിരുന്നു ഉമർ ഖാദി തങ്ങൾ. എൻ്റെ മുഅ്മിനീങ്ങളെ, റൗളയുടെ വാതിൽ തുറക്കപ്പെട്ടു എന്നും മുസ്തഫായ നബി തങ്ങളുടെ കൈ ഉമർ ഖാദി തങ്ങൾക്ക് നീട്ടപ്പെട്ടു എന്നും ആ കൈ ചുംബിച്ച ആളാണ് മഹാനായ ഉമർ ഖാദി തങ്ങൾ. ഓറെ പറയൽ തന്നെ ആശിഖുർ റസൂൽ ഉമർ ഖാദി തങ്ങൾ എന്നാണ്. വലിയ കറാമത്തിന്റെ ഉടമയാണ്. ഇവിടെ പഴയ മലബാർ ലഹളയും മറ്റൊക്കെ നടന്നല്ലോ. മുസ്ലിമീ പൂക്കോട്ടൂർ യുദ്ധവും അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നപ്പോ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ കൊണ്ടുപോയി ജയിലിലടച്ചു. സ്വബഹിന്റെ സമയമാകുമ്പോ മൂപ്പര് പോവും. കറാമത്താണ്. വൈകുന്നേരം വന്നിട്ട് പറയും, എന്നെ ജയിലിൽ കയറ്റുക. ഇവര് ജയിലിലിട്ട് പൂട്ടും. രാവിലെ ആകുമ്പോ ആളെ കാണൂല. വൈകുന്നേരം വന്നിട്ട് വീണ്ടും പറയും, എന്നെ ജയിലിൽ കയറ്റുക എന്ന് പറയും. ഈ രൂപത്തിൽ കറാമത്ത് കൊണ്ട് നമ്മൾ സാധാരണ പറയല്ലോ, കറാമത്ത് കൊണ്ട് തമാശ കളിച്ച ആള് എന്ന് പറയല്ലോ. അതിന്റെ മഹാനവറുകളുടെ മക്കാമിലേക്ക് കയറുമ്പോ വലത്തേ സൈഡിലൊരു ഖബറുണ്ട്. ഹസൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ എന്തോ, ഹുസൈൻ എന്നെങ്ങാനാ മൂപ്പരെ പേര്. പട്ടാളക്കാര് കൈ ചങ്ങലക്ക് വന്നിച്ചിട്ട് കൊണ്ടുപോകുമ്പോ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, മൂപ്പര് മരിച്ചു പോയിരുന്ന ഖബറിലായിരുന്നു, അയാളോട് ചോദിച്ചു, യാ ഹുസൈൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാ, നീയും വരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. തമാശക്ക് ചോദിച്ചതാണ്. ചോദിക്കുമ്പോഴേക്ക് ഖബർ പിളർന്നു എന്നാണ്. വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ തന്നെ കടന്നു.
ആ കബറ് പിളർപ്പി അടുത്ത കാലം വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12-13 കൊല്ലത്തിന്റെ മുമ്പാണ്. അതിപ്പോഴും പൂഴി തന്നെയാണ്, സിമന്റ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പറയുന്നത് അള്ളാന്റെ റസൂലിനെ നമ്മൾ മഹബത്ത് വെച്ചാൽ അതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മളെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും കഴിയൂല, എന്നാലും 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വർഗം നേടാനെങ്കിലും നമ്മൾ ഒരുങ്ങുക. നമ്മളിപ്പം പറഞ്ഞത് മഹ്ശറ മാത്രമാണ്. സിറാത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, യാ റസൂലല്ലാഹ്, 4 മലക്കുകൾ വന്നിട്ട്, ഇത് ഹദീസാണ്, നബി തങ്ങളുടെ വാക്കാണ്, നബി തങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്, മുഴുവനായി ഞാൻ പറയുന്നില്ല. അതിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഒരു ദിവസം ഒരാൾ വെറും 10 സ്വലാത്ത് ചൊല്ലിയാ, കേൾക്കണേ, 1000 സ്വലാത്തിനെ കുറിച്ചല്ല പറയുന്നത്, 10 സ്വലാത്ത്, വെറും 10 സ്വലാത്ത് ഒരാൾ നിരന്തരമായി ചൊല്ലിയാൽ സിറാത്ത് കടക്കുന്ന സമയത്ത് അവരുടെ കൈ ഞാൻ പിടിക്കും, യാ റസൂലല്ലാഹ്. 10 സ്വലാത്ത് ചൊല്ലിയവരുടെ മഹത്വം ഇതാണെങ്കിൽ 1000ന്റെ മഹത്വം പിന്നെ സ്വർഗ്ഗം അല്ലാണ്ട് മറ്റെന്താണ്? അസ്റായിൽ അലൈഹിസ്സലാം പറയാണ്, നബിയെ, ദിവസവും അവിടുത്തെ പേരിൽ ആരെങ്കിലും ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ നബിമാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെയായിരിക്കും അവരുടെ റൂഹിനെ പിടിക്കുന്നത് എന്നാണ്. എനക്കറിയുന്ന ആളുണ്ട്, നല്ലോണം സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളാണ്. പല വട്ടം അള്ളാഹുവിൻ്റെ റസൂലിനെ മനാമിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു, പലവട്ടം, 1-2 തവണയല്ല. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളെ, നമ്മൾ മഹബത്ത് വെച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള മഹബത്ത്, അത് മുസ്തഫായ നബി തങ്ങളുടെ മഹബത്താണ്. നമ്മുടെ സ്വർഗം എന്ന് പറയും. നമ്മൾ ഈമാൻ ബലഹീനമായവരാണ്, നമ്മൾ ഈമാൻ കുറഞ്ഞവരാണ്, നമ്മൾ നിസ്കാരം കുറഞ്ഞവരാണ്, അമലുകൾ കുറഞ്ഞവരാണ്, തെറ്റുകുറ്റങ്ങൾ അധികരിച്ചവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദുനിയാവിലും പ്രത്യേകിച്ചും ഖബറിലും മീസാനിലും സിറാത്തിലും കിതാബിലും മഹ്ശറയിലും ഈമാൻ കുറഞ്ഞവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷാ കവചം എന്ന് പറയുന്നത് മഹബത്ത് മാത്രമാണ്, സ്വലാത്ത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് നമ്മൾ ഇന്ന് ഇവിടുന്ന് തീരുമാനം എടുക്കണം. അടുത്ത റമദാൻ ആവട്ടെ, അതല്ലെങ്കിൽ ഉംറക്ക് പോയിട്ട് വരട്ടെ, ഒന്നും തീരുമാനിച്ചാൽ പറ്റൂല. നമുക്ക് ഈ ഇൽമ് ഇന്ന് അറിഞ്ഞു, ഇന്ന് തുടങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 മണിക്ക് എന്തായാലും നിർത്തണം, ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് വേണ്ടതുപോലെ സംവദിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിനി സാധാരണ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കൊല്ലവും അടുത്ത വർഷത്തേക്കുള്ള പട്ടിക ആക്കാറുണ്ട്. അതുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മളെന്തോ നമ്മുടെ ഈ മജ്ലിസിന് എന്തോ ഒരു സ്വീകാര്യതയുണ്ട്. അതല്ല എങ്കിൽ ഇത്രത്തോളം അടുത്ത പ്രദേശങ്ങളിലൊക്കെയും മഴ വന്ന് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ല. ഇനി അല്ലാഹു അഅലം, ഇനി മഴ പെയ്യാന്നുള്ള അദാബൊന്നുമല്ല, മഴക്കാലത്ത് പിന്നെ മഴ പെയ്യും, സാധാരണയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ ആ പരിപാടി മോശമായിട്ടില്ല. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ നബി തങ്ങളുടെ മജ്ലിസിലേക്ക് ആ ഇഷ്ടത്തന്നെ കൊടുക്കണം. ഈ സംഘടന സഹായിക്കാന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തേക്ക് ഇത്ര കിലോ അരി, ഇത്ര കിലോ ഇറച്ചി, അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നവർ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടാകും. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് ആരും കൊടുക്കണ്ട. മക്കൾ നന്നാകണമെന്ന് വിചാരിച്ചിട്ട് ആരും കൊടുക്കണ്ട. മക്കൾ ഉണ്ടാവണമെന്ന് ഇതൊക്കെ നമുക്ക് വിചാരിക്കാൻ. രണ്ടാമത്, ഒന്നാമതായിട്ടുള്ള നമ്മുടെ മോഹം, അല്ലാഹ് നിന്റെ റസൂലുള്ളാന്റെ പേരിൽ ഞാൻ ഇറച്ചി കൊടുക്കുകയാണ് റബ്ബേ, ഇതെനിക്ക് അവിടുത്തെ മഹബത്ത് കിട്ടണേ, അവിടുത്തെ മദത് കിട്ടണേ, ഇതെനിക്ക് ആഖിറത്തിൽ കിട്ടണേ,
ഇതെനിക്ക് മഹ്ശറയിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനോട്ടത്തിനുള്ള കാരണമാകണേ എന്നുള്ള മോഹത്തോടുകൂടി ഇൻഷാ അള്ളാഹ് 10 കിലോത്തിലധികം പറയാൻ കഴിയുന്നവർ പറയാം. ഞങ്ങളുടെ 10 തുടങ്ങാം. 10-ലധികം 20, 25, 50 പറയുന്നവർക്ക് പറയാം. ഒരു 10 കിലോ ഇറച്ചി നിങ്ങൾ ഞാൻ 10 കിലോ പറഞ്ഞുകൊണ്ട് അധികം പറയാണ്ടിരിക്കേണ്ട. അതിലധികം പറയുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല തൂക്കമൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അവിടെ ആ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ട്. ഒരു 10 കിലോ ഒരു 10 കിലോ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അൽഹംദുലില്ലാ ഖുലൂ തക്ബീർ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മൊയ്തീൻ ഹാജി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു 10 കിലോ കൂടെ ഇടക്കിടക്ക് ഇത് വരുന്ന 11 മണിക്ക് പരിപാടി തീരൂല. ഒരു 10 കിലോ കൂടെ ഏറ്റെടുക്കാം. ആരും വിഷമിച്ചിട്ടും പ്രയാസപ്പെടുത്തിയിട്ടൊന്നും ഏറ്റെടുക്കണ്ട. നമുക്കൊരു 1.5 കിൻഡല് പിന്നെ ഇറച്ചി ആവണം. അത് പുറം നാട്ടുകാരൊന്നും കൊണ്ട് തരൂലല്ലോ. നമ്മളെ നാട്ടിലെ പരിപാടി വിജയിപ്പിക്കാൻ നമ്മൾ തന്നെ പറഞ്ഞ് ഏറ്റെടുക്കണം. ഏതായാലും അത് വെറുതെ ആകൂല. സ്വതക്കാന്ന് പറയുന്നത് അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് മുതലിൽ ബർക്കത്തുണ്ടാകാനും കാര്യങ്ങളൊക്കെയും കരുതാം. രണ്ടാമതായി അള്ളാഹ് എൻ്റെ കൃഷിയിൽ ബർക്കത്തുണ്ടാകണം. ഒന്ന് ഇഖ്ലാസോടെ ആമീൻ പറ. ആത്മാർത്ഥമായിട്ട് അല്ലാഹുവേ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ സംഘടനയുടെ കീഴിൽ മുസ്തഫായ നബി തങ്ങളുടെ പേരിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് അരിയും ഇറച്ചിയും ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവർക്ക് മുസ്തഫായ നബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്തും ഖബറിലും മീസാനിലും സിറാത്തിലും കിതാബിലും മഹ്ശറയിലുമൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനമുള്ള സഹായം നൽകണേ റഹ്മാനെ. മുസ്തഫായ നബി തങ്ങളുടെ ശഫാഅത്തിൽ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ മുതലുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ പേരിലാണ് കൊടുക്കുന്നത്. നിന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസനാണല്ലോ അല്ലാഹ്. അവരുടെ വരവെന്താണോ അതിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ മുതലെന്താണോ അതിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പട്ടിണിയെ തൊട്ട് ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു 10 കിലോ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നവര് നാസർ ചെറുക്കള അൽഹംദുലില്ലാ 10 കിലോ. സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റുമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അകമൊഴിഞ്ഞ വിഷയത്തിൽ സഹകരിക്കാം. അൽഹംദുലില്ലാ 2 ആളായി. മൂന്നാമത്തെ ഒരാൾ ഒരു 10 കിലോ കൊടുക്കാൻ വേണ്ടി അൽഹംദുലില്ലാ ഖുലൂ തക്ബീർ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മൂപ്പരെ പേരെന്താ? അബ്ദുറഹ്മാൻ കോളോട്ട്. അൽഹംദുലില്ലാ 3 ആളായി. നാലാമത്തെ ഒരാൾ 10 കിലോന് പൈസ എത്രയാ അതുകൂടെ പറയണ്ടേ? ഏകദേശം 5000 രൂപ വരും. അത് കൊടുക്കാൻ ഒരു കൊല്ലം സമയമുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നാലാമത്തെ ഒരാൾ ഒരു 10 കിലോ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു 5 ആളെ നമുക്ക് വേണം. ഒരു നാലാമത്തെ ഒരാൾ, ഒരു 2 ആൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ. 10 കിലോ ഒരു കൊല്ലം സമയമുണ്ട്. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒരു 10 കിലോ ഇറച്ചിന്റെ പൈസ കൊടുക്കാൻ കഴിയുന്ന നാലാമത്തെ ഒരാൾ. അൽഹംദുലില്ലാ കുറഞ്ഞ ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു 10 കിലോ. അൽഹംദുലില്ലാ 4. ഇനി ഒരാൾ കൂടെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരാൾ കൂടെ ഒരു 5 ആള് നമുക്കായാൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആരാളുടെ ഒരു 10 കിലോ ഏറ്റെടുക്കാൻ? ആരും ബുദ്ധിമുട്ടിയിട്ട് ഏറ്റെടുക്കണ്ട. പ്രയാസപ്പെട്ടിട്ട് എങ്ങനെയാപ്പ തങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊന്നും ആരും ഏറ്റെടുക്കരുത്. കഴിയുന്നവർ മാത്രം. എല്ലാവർക്കും 10 കിലോ ഒന്നും കഴിയൂല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. 10 കിലോ ഏറ്റെടുക്കാൻ ആരുണ്ടാ? ഷിയാബ് ആരുണ്ടാ ഭാഗത്ത്?
ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 5 കിലോ 5 കിലോ ഒക്കെ എല്ലാവർക്കും കഴിയും അല്ലേ? ഒരു കൊല്ലം കൊണ്ട് കൊടുക്കാനല്ലേ? ഒരു 5 കിലോ ഏറ്റെടുക്കാൻ കഴിയുന്നവരൊന്ന് കൈവക്കിക്കോളി. ഒരു 5 കിലോ കൊടുക്കാൻ വേണ്ടി കഴിയുന്നവർ അൽഹംദുലില്ലാ. ബഷീർ ആലൂർ വിദേശത്താണുള്ളത്. 5 കിലോ അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. 5 കിലോ ഏറ്റെടുക്കാൻ കഴിയുന്ന അൽഹംദുലില്ലാ. അബ്ദുള്ള ഇങ്ങനെ കോളോട്ട് അബ്ദുല്ല എന്നല്ല അബ്ദുള്ള ഇങ്ങനെയാണ് പേരത്. അങ്ങനെ തന്നെ വിളിക്കണം. ഏറ്റവും നല്ല പേരേതാ? മുഹമ്മദ് അല്ല, ഏറ്റവും നല്ല പേര് അബ്ദുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരതായിരുന്നു അബ്ദുള്ള, അള്ളാഹിന്റെ അടിമ എന്നുള്ള പേര്. അതിന് ശേഷമാണ് മുഹമ്മദ് എന്നുള്ള പേര്. അബ്ദുള്ള നമ്മുടെ അബ്ദുല്ലാന്ന് പേരിടും. ഔലക്ക അഫ്ലച്ച ഇങ്ങനെയൊക്കെയാണ് വിളിക്കുക. അങ്ങനെയൊന്നും ആവരുത്. അബ്ദുള്ള നമ്മൾ അങ്ങനെ തന്നെ വിളിക്കാം. അള്ളാഹു അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. മൂപ്പര് അൽഹംദുലില്ലാ 5 കിലോ. ഇനി ആരുണ്ട് 5 കിലോ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നവർ? ഒരു 5 കിലോ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നവർ ആരുണ്ടോ? ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ, വേക്കിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ, ഇരിക്കുന്നവരുടെ ഒക്കെ കൂട്ടത്തിൽ. ഇത് പൂർത്തിയായാലേ നമുക്ക് ദ്വാരക്കാൻ വേണ്ടി പറ്റും. നീ പറയിപ്പിക്കടോ, ഇത് 1.5 കിലോ ആകണം എന്ന് പറഞ്ഞിട്ട് നടക്കണ്ടേ? നിന്റെ വക എത്ര കിലോ? അൽഹംദുലില്ലാ വേറെ ലിസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സംഗതിയില്ല. ഇവിടെ അതിന്റെ പുറമെ നിങ്ങൾ ആക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ ചെറുപ്പക്കാരുടെ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇവിടെ 4 ആൾക്കാർ 10 കിലോ. അപ്പൊ 40 കിലോ. 5 കിലോ എത്ര ആള്? 2 ആള്. 2 ആളല്ല, അവിടെ 2 ആള് പറഞ്ഞു, ഒരാൾ ഉസ്താദും പറഞ്ഞു, 3 ആള് അല്ലേ? ഇല്ലേ ഇവിടെ 2 ആള് പറഞ്ഞിട്ടില്ല സദസ്സില്. ബേക്കിൽ 5 എന്തോട്ടെ 2 കിലോ. 2 ആളാണെങ്കിൽ 2 ആൾ. അപ്പൊ എത്രയായി? 50 കിലോ. ഇനി ആരുണ്ടോ? ഇനി ഒരു 5 കിലോ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടോ? 5 കിലോ ഏറ്റെടുക്കാൻ കഴിയുന്നവര് 5 കിലോ 1000, 5000, 10000 ഒക്കെ വിളിച്ച മഹല്ലുകൾ ഇപ്പോ എന്താ പറയാ, സാമ്പത്തികമായ അവസ്ഥ നമുക്കൊക്കെ അറിയാലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അത് ബേക്കോട്ട് പോക്കൊന്നും അല്ല. പക്ഷേ ഒരു സ്വാഭാവികമായിട്ടും ജോലിൻ്റെ ഒക്കെ കാര്യത്തിൽ ബേജാറുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയും മഹിലുകാരും ഒക്കെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരത് ഏറ്റെടുക്കുക. അള്ളാഹു അവരുടെയൊക്കെ മുതലുകളിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ആരുണ്ടോ 2 കിലോ ഏറ്റെടുക്കാൻ? ഇനി ആരുണ്ടോ? 2 കിലോ പറഞ്ഞ സ്ഥിതിക്ക് 1000 രൂപയാവും. അവിടെ നിൽക്കുന്നൊക്കെ കൂട്ടത്തിൽ 2 കിലോ ഏറ്റെടുക്കാൻ ആരുണ്ടോ? ഇനി വളരെ പെട്ടെന്ന് ഒരു യുവതി അൽഹംദുലില്ലാ 5 കിലോ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു യുവതി 5 കിലോ പറഞ്ഞിട്ട് 2 കിലോ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നവര് ഒന്ന് കൈവക്കിക്കോളി. 2 കിലോ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കോളി. ആരുണ്ടോ? അതെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. 14 പേര് കൂടിയിട്ട് ഒരു കിൻഡലേറ്റെടുത്തു. അല്ലാഹുവേ അവരാ ലിസ്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്കത് ആഖിറത്തിൽ നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബ് തങ്ങളുടെ മജ്ലിസിലേക്കാണല്ലോ റബ്ബേ, അവരുടെ മുതലുകളിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാത്തിലും ഉപരി നിന്റെ ഹബീബ് തങ്ങളുടെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. സ്വർഗത്തിലെ ഭക്ഷണം അവർക്ക് നീ നിർബന്ധമാക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ചുരുങ്ങാതെ ദുനിയാവിലും നൽകണേ അല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അരി എത്ര കിലോന്റെ വക്കല്, എത്ര കിലോന്റെ അരി, എത്ര പൈസന്റെ വക്കല്, നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് അരി, 1.5 കിൻഡൽ അരി വേണം. അത് ഏറ്റെടുക്കുന്നവരാരുണ്ട്? മൊത്തത്തിലല്ല, കഴിയുന്ന പോലെ അരി ഏറ്റെടുക്കാൻ 50 കിലോനോ 25 കിലോനോ 10 കിലോനോ
5 കിലോന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാർ ഇതിൻ്റെ സംഘാടകർ നിങ്ങളുടെ ഇടയിലേക്ക് വരും. അതല്ലെങ്കിൽ പിന്നെ വേണ്ടതുപോലെ അവർ ചെയ്യും. അന്നേരം പറഞ്ഞാലും മതി. ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഒരു തുടക്കം കുറിക്കാലോ. അരി അല്ലേ, ഒരു 10 കിലോ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നവർ 1000 ഉറുപ്പ്യൻ്റെ ഉള്ളിലേ വരും. ഒരു ഉദ്ഘാടനം കുറിക്കൽ മാത്രം 10 കിലോ. അൽഹംദുലില്ലാഹ്, കൂലു തക്ബീർ, കൂലു തക്ബീർ, കൂലു തക്ബീർ. 50 കിലോ അരി. അൽഹംദുലില്ലാഹ്. പേര് അബ്ദുള്ള, ജമാഅത്ത് പ്രസിഡന്റ്. അൽഹംദുലില്ലാഹ്, 50 കിലോ അരി. ഇനി ആരുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 10 കിലോ ഏറ്റെടുക്കാൻ ആരുണ്ടോ? ഇൻഷാ അല്ലാഹ് പിന്നെ വേണ്ടതായിക്കോളും. ഇൻഷാ അല്ലാഹ്. ഇനി വേറെ ഒന്നുണ്ട്? അത് വരക്കാലോ. ഇനി എന്താ? അൽഹംദുലില്ലാഹ്, അതും പൂർത്തിയായി. അൽഹംദുലില്ലാഹ്, നമ്മൾ ഉദ്ദേശിച്ച 2 കാര്യവും പൂർത്തിയായി. ബാക്കിയുള്ള അരി CK അബൂബക്കർ. അൽഹംദുലില്ലാഹ്, ബാക്കിയുള്ള അരി ഇവിടെ പിരിഞ്ഞിട്ട് ബാക്കി എത്രയാണോ അരി വേണ്ടത് അത് CK അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആഖിറത്തിൽ ചുരുങ്ങാതെ അവർക്ക് നീ ദുനിയാവിലും നൽകണേ റഹ്മാനെ. റുപ്യൊക്കെ കഴിയൂലേ? 100. അപ്പൊ ആരും എഴുതാതെ നിൽക്കരുത്. കാരണം എന്താ, ഇപ്പൊ നിങ്ങളിവിടെ എഴുതിപ്പിച്ചാലും ഇല്ലെങ്കിലും മുഅ്മിനീങ്ങളെ പരിപാടി ഇവിടെ നടക്കും. പക്ഷെ അതല്ല, നമുക്കതിന്റെ പ്രതിഫലം കിട്ടണം. നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ കൂലി എനക്കും കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും എല്ലാരും മുന്നിലേക്ക് മോനെ ഷിയാവേ കൈ പൊക്കുന്ന ആളെന്ന് കാത്തു നിൽക്കണ്ട. നീ ഓരോരുത്തരുടെ അടുക്കിലേക്കുമ്പോ 1000 കഴിയുന്നവർ, അങ്ങനെ 500 കഴിയുന്നവർ, 313 100 200 അതിനും കഴിയൂലെങ്കിൽ ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. ഇനി തബറുക്കിന് വേണ്ടി ദുആന്റെ കബൂലിയത്തിന് വേണ്ടി മാത്രം ചുരുങ്ങിയ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ കബൂലാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമർ മീത്തൽ മരിച്ചുപോയ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേര്. മുഅ്മിനീങ്ങളെ, നിങ്ങളാ കൊടുക്കുന്നവര് പറയുന്നവര് മരിച്ചുപോയവരുടെ പേരിൽ കരുതുക. എന്നാ കൂലി നിങ്ങൾക്കും കിട്ടും. നബി തങ്ങളുടെ ഹദീസ് 70. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹ്. പലപ്പോഴും പലരും അങ്ങനെ തന്നെയാ ചെല്ലുക. പലരും അങ്ങനെ തന്നെയാ ചെല്ലുക. യാദൽ ജലാലി വല്ലിക്കറാം വല്ലിക്കറ വല്ലിക്കലാലി വല്ലിക്കറാം വല്ലിക്കറ വല്ലിക്കറാം വല്ലിക്കറാം എന്നാണ് വരിക. വൽ ഇഖ്റാം എന്നാണ് ചൊല്ലേണ്ടത്. യാദൽ ജലാലി വൽ ഇഖ്റാം, അതാണ് നമ്മൾ വല്ലിക്കറാം എന്ന് ചൊല്ലുന്നത്. അങ്ങനെ ആവരുത്. യാദൽ ജലാലി വൽ ഇഖ്റാം, യാദൽ ജലാലി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളതിൽ നല്ലൊരു പൈസ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. ഉള്ളതിൽ നല്ലൊരു പൈസ, ഒന്നെങ്കിൽ ലൈറ്റ് ചൂട് അല്ലെങ്കിൽ പച്ചവെള്ളം.
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم إن شاء الله ഇതെന്താ എന്നാ വിളിച്ചേ പറഞ്ഞു നേരത്തെ 10 കിലോ ഇറച്ചി ഏറ്റെടുത്തത് എന്താ പറഞ്ഞ് നാസർ ചെറുക്കള എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ഭാര്യ സ്ട്രോക്ക് വന്നിട്ട് വിഷമത്തിലാണ്. ആ സഹോദരിയുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് 10 കിലോ ഇറച്ചി പറഞ്ഞത്. ആ സ്വതക്കയുടെ ഹക്ക് കൊണ്ട് യാ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ് മുസ്തഫായ നബി തങ്ങളെ മാനിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്റെ മഹദു ഫദ്ല് കൊണ്ട് യാ ഷാഫിയായ അള്ളാഹ് സഹോദരിയുടെ രോഗം നീ എളുപ്പത്തിൽ ശിഫ നൽകണേ റഹ്മാന്. പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാന്. നീ ശിഫ കണക്കാക്കിയില്ലെങ്കിൽ എളുപ്പത്തിൽ ശിഫ നൽകണേ റഹ്മാന്. അതല്ല അള്ളാഹുവേ, അതല്ല എങ്കിൽ അള്ളാഹുവേ ആ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടിന് നീ അർഹമായ പ്രതിഫലം കൊണ്ട് സന്തോഷിപ്പിക്കണേ റഹ്മാനേ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു